അപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിത്ത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് 4, 2π/3 ആൻഡ് 5. ഇതേപോലെ ഉള്ള പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് r = 4, θ = 2π/3, z = 5. അപ്പോൾ x = r cos θ എന്നുള്ള ഫോർമുലയിൽ കൊടുക്കുക, നമുക്ക് -2 എന്ന് കിട്ടും. y = r sin θ എന്നുള്ള ഫോർമുലയിൽ കൊടുക്കുക. കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി ഇതൊക്കെ. അപ്പോൾ 2√3 കിട്ടും. കാൽക്കുലേറ്റർ ആകുമ്പോൾ ചിലപ്പോൾ പോയിന്റ് ഉള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുക, എന്നാലും അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ z തന്നെയാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ സിലിണ്ടറിക്കൽ സിസ്റ്റത്തിലേക്ക് മാറ്റി എഴുതാം. അടുത്തത് ഫൈൻഡ് ദ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിത്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് -5, -5, 2. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് x = -5, y = -5, z = 2 ആണ് തന്നിരിക്കുന്നത്. r കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് √(x² + y²) ദാറ്റ് ഈസ് ഈക്വൽ ടു 5√2 എന്ന് കിട്ടും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്കറിയാം -5 എന്നുള്ള XY പോയിന്റ്, അത് കഴിഞ്ഞ പ്രോബ്ലത്തിലും അങ്ങനെയായിരുന്നു. XY എന്ന് പറയുന്ന പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. കാരണം അതനുസരിച്ചിട്ടാണ് നമുക്ക് തീറ്റ സെലക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒരു പ്രോബ്ലം പറഞ്ഞിരുന്നില്ലേ, അതിനകത്ത് അങ്ങനെ തന്നെയായിരുന്നു. θ = 2π/3, θ = π/3 കണ്ടെടുത്തൊരു പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് തേർഡ് ക്വാഡ്രന്റിലാണ് അപ്പോൾ വരിക -5 എന്നുള്ള പോയിന്റ്. ഈ എക്സും വൈയും ഏത് ക്വാഡ്രന്റിലാണ് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. അതനുസരിച്ച് തീറ്റ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ tan θ = y/x എന്നുള്ളതിൽ കൊടുക്കുമ്പോൾ 1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ tan 1 എടുക്കുമ്പോൾ പല ആംഗിൾ മെഷർമെൻറ്റുകൾക്ക് 1 വാല്യൂ വരും. പക്ഷേ തേർഡ് ക്വാഡ്രന്റിൽ വരുന്ന വാല്യൂ 5π/4 ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ tan 1 π/4, tan 1 = π/4 എന്നുള്ള ഉത്തരവും എഴുതാം. പക്ഷേ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. നമുക്ക് തേർഡ് ക്വാഡ്രന്റിലാണ് വേണ്ടത് എന്നുള്ളതുകൊണ്ട് നമുക്ക് 5π/4 ആണ് ആ തീറ്റ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക. ആ π/4ൻ്റെ കൂടെ ഒരു 2π കൂട്ടിയതാണ് പൈ ആഡ് ചെയ്തതാണ് 5π/4 വരിക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തേർഡ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾ സെലക്ട് ചെയ്യണം. ഇതിൻ്റെ കൂടെ π/4ൻ്റെ കൂടെ ഒരു പൈ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ആംഗിളിൽ ചേഞ്ച് വരില്ല അല്ലേ. tan θയുടെ വാല്യൂ സെയിം തന്നെയായിട്ട് നിൽക്കും, 1 തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ θ = 5π/4 എന്നുള്ള മെഷർമെൻ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കറസ്പോണ്ടിങ് നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ 5√2, 5π/4, 2. അപ്പോൾ ഈ തീറ്റ സെലക്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇതും അതേ നമ്മുടെ സ്പേസിലുള്ള പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഈ ഫിഗർ വരയ്ക്കുക, ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവിടേക്ക് പകർത്തി എഴുതുക. ഇൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം വി യൂസ് ρ, φ, θ ടു ലൊക്കേറ്റ് ദ പോയിന്റ് ഇൻ സ്പേസ്. അപ്പോൾ ഒരു പോയിന്റിന് നമ്മൾ ρ, φ, θ ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. റോ ഈസ് ദ ഡിസ്റ്റൻസ്, ഡെഫിനേഷൻ നോട്ടേക്ക് എഴുതുക കേട്ടോ. റോ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം പി ടു ദ ഒറിജിൻ. ഇതാണ് പി അല്ലേ. ഈ പോയിന്റിന് ഒറിജിനിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഗർ വരയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. ഫൈ ഈസ് ദ ആംഗിൾ ഒ പി മേക്സ് വിത്ത് ദ പോസിറ്റീവ് സൈഡ് ആക്സിസ്. ഈ ഒ പി എന്നുള്ള ഈ ലൈൻ, അതായത് ഈ റോയുടെ ഡിസ്റ്റൻസ് ആയിട്ട് ഒ പി വരച്ചിട്ടുണ്ടല്ലോ, ആ ഒ പി സെഡ് ആക്സിസുമായിട്ട് ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ആ ആംഗിളാണ് ഫൈ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീറ്റ ഈസ് ദ ആംഗിൾ ഫ്രം സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ തീറ്റ എന്തായിരുന്നു അത് തന്നെ. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ തീറ്റ എന്തായിരുന്നു, ഇതിൻ്റെ ഇങ്ങോട്ട് വെർട്ടിക്കൽ പ്രൊജക്ഷൻ XY പ്ലെയിനിലേക്ക് പ്രൊജക്ഷൻ എടുക്കുക. ഈ പ്രൊജക്ഷൻ എടുത്ത പോയിന്റും ഒറിജിനും തമ്മിലുള്ള ലൈൻ വരയ്ക്കുക. അത് R എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യാറ്. പിന്നെ എക്സ് ആക്സിസും പോസിറ്റീവ് എക്സ് ആക്സിസും ഈ ഡിസ്റ്റൻസ് ആറും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റയായിട്ട് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സെയിം തീറ്റ തന്നെയാണ് പോളാർ സിസ്റ്റത്തിൽ വരുന്ന തീറ്റ. ആ സെയിം തീറ്റ തന്നെയാണ് ഇവിടെ മൂന്നാമത് യൂസ് ചെയ്യുന്ന തീറ്റ. ഓക്കെ, അപ്പോൾ അത് ഫിഗറിൽ നിന്ന് അത് അതിൻ്റെ പൊസിഷൻസ് ക്ലിയർ ആണ്. ഇതാണ് റോ, ഇതാണ് ഫൈ, ഇതാണ് തീറ്റ. ഈ 3 മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പറയുന്നത്. ഓക്കെ, ഇനി റിലേഷൻഷിപ്പ് നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം XYZ.
ഇതാണ് റിലേഷൻ വരുന്നത്. എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ, ആൻഡ് റോ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, കോസ് തീറ്റ ഈക്വൽ ടു എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, and sin theta is equal to y by root of x square plus y square, and cos phi is equal to z by rho. ഈ റിലേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആൻഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് റിലേഷൻസ് വരുന്നത്. ആർ ഈക്വൽ ടു റോ സൈൻ ഫൈ, തീറ്റ ഈക്വൽ ടു തീറ്റ തന്നെയാണ്, സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ, where rho equal to root of r square plus z square. അപ്പോൾ ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യാൻ പറയുന്നത് അത് അതിന് ആവശ്യമുള്ള ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലംസ് നോക്കാം. കൺവേർട്ട് 6 π/4 π/3, ലാസ്റ്റത്തെ രണ്ടും ആംഗിളാണ് വരിക. ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ് ടു റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആൻഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്, രണ്ടിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോ ഈക്വൽ ടു 6 ആണ്, ഫൈ ഈക്വൽ ടു π/4, തീറ്റ ഈക്വൽ ടു π/3 ആണ് തന്നിരിക്കുന്നത്. എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല റോ സൈൻ ഫൈ കോസ് തീറ്റയാണ്. അപ്പോൾ 6 sin π/4 കോസ് π/3 ഇതാണ് വാല്യൂ വരിക. അറിയില്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി, പോയിന്റ് ഉള്ള വാല്യൂ വരും, അത് പ്രശ്നമില്ല. അതുപോലെ വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, അത് ഇതാണ് വരിക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3√6/2 എന്നാണ് കിട്ടുക. സെഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല റോ കോസ് ഫൈ ആണ്. അപ്പോൾ 6 കോസ് π/4 3√2 കിട്ടും. അപ്പോൾ നമുക്ക് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ട്രിപ്ലെറ്റ് ആക്കി ഇങ്ങനെ എഴുതാം. കാൽക്കുലേറ്ററിൽ ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് പോയിന്റ് വാല്യൂസ് അങ്ങനെ ട്രിപ്ലെറ്റ് ആക്കി എഴുതാം. ഇനി സിലിണ്ടറിക്കൽ കണ്ടുപിടിക്കാനായിട്ടുള്ള ആറും തീറ്റയും സെഡും അറിയണം അല്ലേ. അപ്പോൾ ആറിൻ്റെ ഫോർമുല റോ സൈൻ ഫൈ ആണ്. അപ്പോൾ ഇതാണ് വാല്യൂ വരിക. തീറ്റ പിന്നെ നമുക്ക് ഇതിലുള്ള സ്പെറിക്കലിൽ തന്നിരിക്കുന്ന തീറ്റ തന്നെയാണ് സിലിണ്ടറിക്കലിലെ തീറ്റ, അതുകൊണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് π/3 എന്ന് എഴുതാം. സെഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല റോ കോസ് ഫൈ ആണ്. അപ്പോൾ 6 കോസ് π/4 3√2. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആർ തീറ്റ സെഡ് 3√2 π/3 3√2 ആണ് വരിക. മനസ്സിലായോ? അപ്പോൾ ആ ബോക്സിൽ തന്നിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ റിലേഷൻഷിപ്സും പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്യാം. ആകെ ആ ഒരു സിലിണ്ടറിക്കലിൽ നിന്ന് റെക്ടാങ്കുലറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ടാൻ തീറ്റയുടെ കേസ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു ക്വാഡ്രൻ്റ് നോക്കണം എന്ന് പറഞ്ഞതാ. ഈ ഒരു തേർഡ് ക്വാഡ്രൻറ്റിലാണോ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണോ എന്ന് നോക്കിയിട്ട് ടാൻ ഇൻവേഴ്സ് 1 എടുക്കണം, ആ ആംഗിൾ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. അത് കഴിഞ്ഞ പ്രോബ്ലത്തിലും ഇതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം ഉണ്ടായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അത് ക്വാഡ്രൻ്റ് നോക്കിയിട്ട്, കാരണം ടാൻ ഇൻവേഴ്സ് 1 തീറ്റ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1 എന്നുള്ളത് കുറേ ആംഗിൾ മെഷർമെൻറ്റ് വരും ടാൻ ഇൻവേഴ്സ് 1-ന്. പക്ഷെ അതിൽ ആപ്റ്റ് ആയിട്ടുള്ളത് ക്വാഡ്രൻറ്റും കൂടെ നോക്കിയിട്ട് എക്സും വൈയും ഏത് ക്വാഡ്രൻറ്റിലാണെന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം ആ കറക്റ്റ് തീറ്റ അതിൽ സെലക്ട് ചെയ്യാനായിട്ട്. അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയൊക്കെ റിലേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എക്സസൈസിൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എക്സസൈസിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക, തന്നെ ഫൈൻഡ് ചെയ്യുക. ആൻസേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.